നമ്മൾ തന്നെ ഈ 500 രൂപ അതുകൊണ്ട് ആ വരുന്ന ചേട്ടന് കൊടുക്കാൻ പോവാണ്. ചേട്ടനോട് നമ്മൾ 2 ചോദ്യം ചോദിക്കും കേട്ടോ. 2 ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഈ 500 രൂപ നമ്മൾ ആ ചേട്ടന് കൊടുക്കാൻ പോവാണ് കേട്ടോ. ചോദിച്ചോക്കാം. ചേട്ടാ, ഞാൻ 2 ചോദ്യം ചോദിക്കാം. അതിന് ഉത്തരം പറഞ്ഞാൽ ഈ 500 രൂപ തരാം. 500 അല്ല, എനിക്കൊരു പണിയാണ്, എനിക്കൊരു ജോലിയാണ് ഇപ്പോൾ ആവശ്യം. കേട്ടില്ല? എനിക്കൊരു ജോലിയാണ് ഇപ്പോൾ ആവശ്യം, എനിക്കൊരു വർക്കാണ് ഇപ്പോൾ വേണ്ടിയത്. ജോലിയോ? ഈ മൈക്ക് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. എന്താ പറഞ്ഞ കേട്ടില്ല? എനിക്കൊരു ജോലിയാണ് ഇപ്പോൾ ആവശ്യം, എനിക്ക് ഒരു വർക്കാണ് വേണ്ടിയത്. ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫറാണ്? മലയാളിയാണോ? അല്ല, ഞാൻ മലയാളി അല്ല, തമിഴ്നാടാണ്. തമിഴ്നാടാണോ? ചെന്നൈയാണ്. പക്ഷേ ഇവിടെ ഞാൻ വന്നതാണ്, ഇവിടെ കുറച്ച് വർക്കിനനുസരിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ വർക്ക് ഒരുപാട് ട്രൈ ചെയ്ത് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പേരെന്താണ്? എൻ്റെ പേര് ശബരിവാസൻ. ശബരി. നാടെങ്കെ? ചെന്നൈയാണ്. ചെന്നൈയിലെ താമ്പരമാണ്. താമര. ഇവിടെ ഈ ഫോട്ടോഗ്രാഫി ഒക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ വന്നതാണ്, ഈ ലൊക്കേഷനിലൊക്കെ ചെയ്യാന്. ഞമ്മ ഇവിടെ എന്നെ ഫോട്ടോഗ്രാഫി, ഫാഷൻ ഫോട്ടോഗ്രാഫി, പിന്നെ ഈ വെഡിങ്, കാൻഡിഡേറ്റ്, ബർത്ത്ഡേ. നിങ്ങൾ എவ்வளோ നാളായിട്ട് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഇപ്പോൾ എത്തിയത് ഇപ്പോൾ ഒരു 1 മന്ത് ആയിട്ടുള്ളൂ. ഞാൻ ചെന്നൈയിലെ ഒരു 2 കൊല്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 കൊല്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളം തെരിയുമാ? കുറച്ച് അറിയാം. സംസാരിക്കാനൊക്കെ മനസ്സിലാവും. അപ്പൊ ഇവിടെ എന്തിനു വേണ്ടി വന്നാ? അതിനാണ്, വർക്കിനാണ്, ഫോട്ടോ ഒക്കെ എടുക്കാന്. പക്ഷേ ഇവിടൊക്കെ വെഡിങ് ഇതൊക്കെ ചെയ്യാന്, ഇതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടൊക്കെ ചെയ്യാന് വെഡിങ് ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ചെയ്യാൻ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് അത് കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ ഇപ്പോൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നോക്കിയിട്ട് എവിടൊക്കെ പോയി സെർച്ച് ചെയ്തു? ജോലി എവിടൊക്കെ നോക്കി? ഞാൻ പത്തനംതിട്ട പോയി, പിന്നെ ഇവിടെ എറണാകുളം പോയി നോക്കി, പിന്നെ വലിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ല, അവിടെയൊക്കെ നോക്കിയിട്ട് അവരൊക്കെ എന്താ പറയുന്നത്? അവർ പറയുന്നത് നമുക്ക് അതിൻ്റെ സ്റ്റുഡിയോ ഒക്കെ വേണോ, മെയിനായിട്ട് ഉണ്ടാവണോ, അങ്ങനെ പറയുന്നത്. നമ്മൾ ഒരു ഫ്രീലാൻസർ ഫോട്ടോഗ്രാഫറാണ്. നമ്മൾ എവിടെ വിളിച്ചാലും നമ്മൾ വരും. ലാങ് ഒക്കെ നമുക്ക് ഇല്ല. വെഡിങ് എല്ലാം ചെയ്യും നമ്മൾ. ചെയ്യും. 2 വർഷമായിട്ട് ചെയ്യുന്നു, ചെന്നൈ ചെയ്തോണ്ടിരിക്കുന്നു. ചെയ്ത വർക്ക് വല്ലതും ഉണ്ടോ കയ്യില്? അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചു തന്നത്. പിന്നെ അവർ നോക്കിയിട്ട് ഞാൻ വിളിക്കാണ്ട് ഒരു കോണ്ടാക്ട് നമ്പർ മാത്രം പേടിക്കും, പിന്നെ ഒന്നും റെസ്പോൺസ് ഇല്ല, ഒന്നുമില്ല. അപ്പം എவ்வளോ നാളായിട്ട് ഇങ്ങനെ അലഞ്ഞു കഴിഞ്ഞ് നടക്കുന്നത്? ഞാൻ ഒരു 1 മന്ത് ആയിട്ടുള്ളൂ. 1 മന്ത് ആയിട്ടുണ്ട്. ഇവിടെ വന്ന് പിന്നെ പോവും, പിന്നെ പോയി വരും, അങ്ങനെയാണ്. അപ്പൊ ജോലി അന്വേഷിച്ച് നടക്കുവാണ് കേരളത്തിൽ. ഒരു ഫോട്ടോഗ്രാഫർ എന്ന ജോലി? ഫോട്ടോഗ്രാഫർ എന്ന ജോലിയാണോ അതോ സ്വന്തമായിട്ട് വർക്ക് ചെയ്യണമെന്നാണോ? സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനാണ്. ഫോട്ടോഗ്രാഫി ഈ ഓർഡറൊക്കെ വരില്ല, ഈ വെഡിങ്ങിന്റെ, ബർത്ത്ഡേന്റെ, ഈ ഫംഗ്ഷനിന്റെ അതൊക്കെ എടുത്ത് ഞാൻ ചെയ്യാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതിന്റെ ഐഡിയ ഉണ്ട്. അതിനൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത ഞാൻ ഇപ്പോൾ ചെന്നൈയിലേക്ക് വർക്ക് എനിക്ക് മെയിനായിട്ടുള്ളത്, ഞാൻ സിനിമയിലേക്ക് ഈ മീഡിയന്റെ ഉള്ളിൽ ആഡിയോ ഫംഗ്ഷനൊക്കെ വെക്കില്ല, അതിന്റെ ഉള്ളിൽ പോയിട്ട് ഫോട്ടോഗ്രാഫി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പടമൊക്കെ റിലീസ് ആവേണ്ട മുന്നേ പ്രൊമോഷൻ ചെയ്യില്ല, ആ പ്രൊമോഷൻ വർക്കിന്റെ ഫോട്ടോ സ്റ്റില്ല് ഈ വർക്കൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യും. അതല്ലാത്ത നമുക്ക് മെയിനായിട്ട് ഇതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. ഇതില്ലാത്ത സമയമാണ് അവിടെ ചെന്നൈയിലേക്ക് പോകും, അവിടെ ആ വർക്കും ചെയ്യും. സിനിമയിലേക്ക് ഫോട്ടോഷൂട്ട്, പിന്നെ വീഡിയോ ഷൂട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട്. ഇനിയിപ്പോ എങ്ങോട്ടാ പോകുന്നത്? റാന്നിലേക്കാ? അവിടെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. റാന്നിലേക്ക് പോവാ? അവിടെ പോയി തിരക്കാൻ പോവാണോ? അവിടെ പോയി പണി ഏതെങ്കിലും ഇങ്ങനെയാണ്, എൻക്വയറിനാണ്, ഏതെങ്കിലും കിട്ടാൻ ചാൻസുകളുണ്ട്, ട്രൈ ചെയ്യാനാണ്. ഞാൻ ഇവിടെ വരും, പിന്നെ ഒരു 5 ദിവസം ഒരാഴ്ച ഇവിടെ നിൽക്കും. പിന്നെ ഞാൻ ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ തമിഴ്നാട് പോകും. തമിഴ്നാട്ടിൽ പോയിട്ട് മീഡിയാന്റെ ഉള്ളിൽ അതിലെ പണിയെടുക്കും. അതില്ലാതെ സമയം തിരിച്ച് ഏതെങ്കിലും. താങ്കൾക്ക് ഇവിടെ കേരളത്തിൽ വന്നാണ് ജോലി ചെയ്യാൻ താല്പര്യം? എനിക്ക് ഇവിടെ കേരളത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യം? ഇവിടെ ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ഈ ക്ലൈമറ്റ്, ഈ ലൊക്കേഷനൊക്കെ എനിക്ക് നോക്കാൻ നല്ല ഒരു ഫീൽ ഉണ്ട്. അതിനാണ് എനിക്ക് ഇവിടെ. ഫോട്ടോഗ്രാഫി മാത്രമേ ഉള്ളൂ അതോ വീഡിയോഗ്രാഫി ഉണ്ടോ? വീഡിയോഗ്രാഫിയും ചെയ്തുകൊണ്ടിരിക്കും. ഫോട്ടോഗ്രാഫിയാണ് മെയിൻ. അത് ഫോട്ടോഗ്രാഫി നമുക്ക് വീഡിയോഗ്രാഫി രണ്ടും വേണമെങ്കിൽ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടും ചെയ്യും. അത് നമുക്ക് ഒരുപാട് എന്ത് പ്രശ്നങ്ങളിൽ ഞാൻ
ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കോമ്പറ്റീഷൻ വലിയ കോമ്പറ്റീഷനാണ്. എവിടെ പോയാലും ചെന്നൈയിലും അതാണ്, പക്ഷെ അതല്ലാത്ത കേരളത്തിലും അതാണ്. അവർ കേൾക്കേണ്ട കേൾവി തമിഴ്നാട്ടുകാർ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ കിട്ടുമോ അങ്ങനെ ഒരു ഐഡിയ ആണ് വെക്കാനുള്ളത്. അതിനെ നോക്കിയിട്ടാണ് ഇത് എവിടെയാണ് എടുക്കാൻ മെയിൻ ഐഡിയ. എനിക്ക് ചെന്നൈ പോകുള്ളത് ആ സിനിമയിലേക്ക്, ആ ഫോട്ടോഷൂട്ട്, ആ വീഡിയോ ഷൂട്ട് അത് ചെയ്യാൻ മാത്രമാണ് അവിടെ പോകുന്നത്. അതല്ലാത്ത സമയം ഇവിടെ നിൽക്കും. കേരളത്തിലാണ് ജോലി തിരക്കി ഇങ്ങനെ നടക്കുകയാണ്. അതാണ് നമുക്കൊരു സ്റ്റുഡിയോ ഇട്ടാൽ പോരെ? സ്റ്റുഡിയോ ഇടാൻ ആ കപ്പാസിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. വർക്ക് ഫിനാൻഷ്യൽ ഭയങ്കര ഡൗൺ ആണല്ലേ? അത് കിട്ടിയാൽ നമ്മൾ സ്റ്റുഡിയോ ഒക്കെ ഇടും. അത് ഇടാൻ ഒരു ഇതില്ല. ഇപ്പോൾ ഞാൻ ഒരു ഗ്രാജുവേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് ടൈമായി. അത് 3 കൊല്ലമായി ആ ഫീസ് കെട്ടാൻ. അതങ്ങനെ ഭയങ്കര ഗ്രാജുവേറ്റ് ഏതിന്റെ? BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് 1 കൊല്ലമായി. അപ്പൊ അത് ഗ്രാജുവേറ്റ് ഇതുവരെ എടുത്തില്ല? ഗ്രാജുവേറ്റ് ആയിട്ടില്ല. ഗ്രാജുവേറ്റഡ് ആണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതല്ലാത്ത എങ്ങനെയാണ് സിനിമന്റെ ഉള്ളിലെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും? ഗ്രാജുവേറ്റ് കമ്പൽസറി അല്ല. അതിനാണ് അങ്ങനെ ഒരു ഗ്രാജുവേറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പിന്നെ ഞാൻ മീഡിയൻ്റെ ഉള്ളിലേ പോയി, ഒരു ഫോട്ടോഗ്രാഫറായിട്ട് പോയി. ഫോട്ടോഗ്രാഫർ ആയിട്ട് പോകുമ്പോൾ അവിടെ ആ റവന്യൂ എനിക്ക് ആ പൈസ എനിക്ക് പറ്റിയിട്ടില്ല. അത് എനിക്ക് പൈസ ഫിനാൻഷ്യലായിട്ട് കുറച്ച് പൈസ കിട്ടും. ഒരു മാസത്തിൻ്റെ ഒരു 10,000 അങ്ങനെയാണ് വരും. അതെനിക്ക് പോരില്ല. അതിൻ്റെ അല്ലാത്തതാണെങ്കിൽ വെഡ്ഡിങ് ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യാനുള്ളത്. ഈ വെഡ്ഡിംഗ് ഒക്കെ ഇല്ലാത്ത സമയം ഞാൻ അവിടെ പോകും. ഞാൻ നമ്മുടെ പത്തനംതിട്ട റൂട്ട് വെച്ച് കണ്ടൊരു ബ്രോയാണ്. ബ്രോ ശബരി എന്നാണ് പേര് പറഞ്ഞില്ലേ? അപ്പം BSc ഗ്രാജുവേറ്റഡ് ആണ്. BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഗ്രാജുവേറ്റഡ് ആണ്. അപ്പൊ ഇതൊക്കെ കേരളത്തിൽ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കും അല്ലേ? തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി കേരളത്തിൽ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കും. അതും എന്തായിരുന്നു? ഫോട്ടോഗ്രാഫർ ആകാൻ വേണ്ടി. അത് കേരളത്തിലെ ഫോട്ടോ എടുക്കാനായിട്ട് ഇതൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ കൺമുമ്പിൽ വന്ന് പെട്ടത്. അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ പുള്ളി എന്നോട് പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയാം. ഞാൻ പറഞ്ഞു 2 ചോദ്യത്തിന് ഉത്തരം പറയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 500 രൂപ തരാമെന്ന് എന്നോട് ഞാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞത് എനിക്ക് പൈസ അല്ല വേണ്ടി, എനിക്കൊരു ജോലിയാണ് വേണ്ടതെന്ന് പറഞ്ഞത്. അപ്പം ഈ 1 മാസമായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങാണ്. കറങ്ങാണ്. അപ്പം ഓരോരുത്തരത്തും പോയി ഇങ്ങനെ ചാൻസ് ചോദിച്ച് പോവാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലും മനസ്സലിവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡയറക്റ്റ് വെഡ്ഡിങ് വർക്കുകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, വെഡ്ഡിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷനുകളുടെ വർക്ക് ചെയ്യാൻ ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ഇദ്ദേഹം ഒരുപാട് എന്താ പറയുക സെലിബ്രിറ്റികളുടെയൊക്കെ, ചെന്നൈയിലൊക്കെ സെലിബ്രിറ്റികളുടെയൊക്കെ വീഡിയോ ഷൂട്ടും അതുപോലെ തന്നെ സിനിമയുടെയൊക്കെ പ്രൊമോ ഒക്കെ ചെയ്യുന്നതും ആ വീഡിയോകളൊക്കെ ഉണ്ട്. അതൊക്കെ അത് എടുത്തതൊക്കെ ഉണ്ട്. അതിന്റെ വീഡിയോ ചെയ്തത്, ഫോട്ടോഷൂട്ട് ചെയ്തത്, അതിന്റെ മേക്കിംഗ് ചെയ്തത്, ആ വീഡിയോ ഷൂട്ടും ഒക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ചെന്നൈയിലെ സെലിബ്രിറ്റികളുടെയൊക്കെ പ്രൊമോഷൻ അതായത് സിനിമയുടെ പ്രൊമോഷനും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ ഇദ്ദേഹത്തെ ആർക്കും മനസ്സിലാകുന്നില്ല. ഒന്നും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വെഡ്ഡിംഗ് വർക്കുകളോ, വെഡ്ഡിംഗ് വർക്കല്ലേ, വെഡ്ഡിംഗ് വർക്ക് ഫോട്ടോഗ്രാഫി ഓർ വീഡിയോഗ്രാഫി രണ്ടും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പം നിങ്ങൾക്കൊരു ചാൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയൊരു കാര്യമാണ്. കാരണം ഒരു യുവ ചെറുപ്പക്കാരൻ, അതും BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഗ്രാജുവേറ്റഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്റ്റുഡിയോക്കാർക്ക് ഇദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ വീഡിയോ തന്നെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. ബ്രോ, ഈ വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ ബ്രോയ്ക്ക് ജോലി ഉറപ്പാണ്. കിട്ടിയാൽ സൂപ്പറാണ്. അങ്ങോട്ട് നോക്കി പറ. ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ, സാധാരണ ജോലിയല്ല, മെയിൻ ക്യാമറ ഫീൽഡാണ്. അപ്പം അത് ഭയങ്കര ടാസ്ക് ആണെന്നുള്ള കാര്യം നമുക്കും അറിയാം. യാദൃശ്യമായിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. പ്രാക്ടിക്കലായിട്ട് പണിയെടുക്കാനും ഒക്കെ അറിയാം. അതിനെ പഠിച്ചിട്ടുണ്ട്, അതിനെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട്, എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട്. എക്യുപ്മെന്റ്സ് ഒക്കെ അപ്പൊ എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചാൻസ് തരാണ് ഒരു ചാൻസ് നിങ്ങൾ കൊടുത്താൽ മതി. മലയാളീസ് നിങ്ങളെല്ലാം, നമ്മുടെ കേരളത്തിലെ എല്ലാ മലയാളികളും ഇദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്താൽ മതി. അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കും. സ്റ്റുഡിയോക്കാർക്കും നിങ്ങൾക്കും മനസ്സിലുമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുക. അതുപോലെ തന്നെ ഡയറക്റ്റ് വർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതും കൊടുക്കുക. കോൺടാക്ട് നമ്പർ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് സഹായിക്കുക, നമുക്ക് ഒത്തൊരുമയോടെ ഇദ്ദേഹത്തെ സഹായിക്കുക. ഇതിങ്ങനെ വെയിൽ കൊണ്ട് നടക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ കഴിക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ 2 പേരും ഒന്നിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നമൊക്കെ സോൾവ് ആവും. പേരെന്തായാലും പറഞ്ഞാൽ ശബരി. അപ്പം ഓക്കെ ശബരി, നമ്മൾ ഫോളോവേഴ്സിനൊക്കെ ഒരു ബൈ കൊടുത്തേ. അപ്പം ഇദ്ദേഹത്തെ മറക്കല്ല കേട്ടോ. എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും. സുമനസ്സുകളൊന്ന് സഹായിക്കുകയോടെ ചെയ്യണം കേട്ടോ.